ന്യൂ ജനറേഷൻ ഇൻഹേലറായ സിൻക്രോബ്രീത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. സിൻക്രോബ്രീത്ത് ഉപയോഗിക്കാൻ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. ആദ്യം നിങ്ങളുടെ സിൻക്രോബ്രീത്തിന്റെ മുഖഭാഗം മൂടിക്കൊണ്ട് അത് കുലുക്കുക. അതിന്റെ കവർ സൗമ്യമായി താഴേക്ക് തുറക്കുക. ഇതാണ് ആദ്യത്തെ ക്ലിക്ക്. സിൻക്രോബ്രീത്ത് വായിലിടുന്നതിനു മുമ്പ് കഴിയുന്നത്ര ശ്വാസം വിടുക. മൗത്ത് പീസിലൂടെ സാവധാനം ശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ കുലുക്കം കേൾക്കും. മരുന്ന് പുറത്തിറങ്ങി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഓർക്കുക, രണ്ടാമത്തെ ക്ലിക്കിന് ശേഷം ശ്വാസം വലിച്ചെടുക്കണം. ശേഷം വായിൽ നിന്ന് സിൻക്രോബ്രീത്ത് നീക്കം ചെയ്യുക. 10 സെക്കൻഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ശ്വാസം പിടിക്കുക. എന്നിട്ട് പതുക്കെ മൂക്കിലൂടെ ശ്വാസം വിടുക. ഇനി മൗത്ത് പീസ് കവർ അടയ്ക്കുക. ഇതാണ് മൂന്നാമത്തെ ക്ലിക്ക്. ഇൻഹേലർ ഉപയോഗിച്ചതിന് ശേഷം എല്ലായ്പ്പോഴും വായ വെള്ളം കൊണ്ട് കഴുകാൻ ഓർമ്മിക്കുക. ഒരിക്കലും ആ വെള്ളം കുടിക്കരുത്. നിങ്ങൾക്ക് ഒരു പഫ് കൂടി ആവശ്യമെങ്കിൽ ക്ലിക്ക് 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 പ്രോസസ് ചെയ്യൂ. അതെ, സിൻക്രോബ്രീത്ത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. തുറക്കാൻ ക്ലിക്ക് ചെയ്യുക. ശ്വസിക്കാൻ ക്ലിക്ക് ചെയ്യുക. അടയ്ക്കാൻ ക്ലിക്ക് ചെയ്യുക. ഉപയോഗത്തെക്കുറിച്ചും ആവർത്തനത്തെക്കുറിച്ചും അറിയാൻ ഡോക്ടറെ സമീപിക്കുക. ഇൻഹേലറിനെ കുറിച്ച് പറയുമ്പോൾ നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. സിൻക്രോബ്രീത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ നിങ്ങളോട് പറയാം. എന്റെ സിൻക്രോബ്രീത്തിൽ എത്ര ഡോസുകൾ ബാക്കിയുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? സിൻക്രോബ്രീത്തിന് ഒരു സംയോജിത ഡോസ് കൗണ്ടർ ഉണ്ട്. ഇത് 20 പഫിന്റെ ഇടവേളയിൽ നീങ്ങുന്നു. അവസാന 40 പഫ്സ് ശേഷിക്കുമ്പോൾ കൗണ്ടർ റിംഗ് പച്ചയിൽ നിന്ന് ചുവപ്പിലേക്ക് മാറും. ഇത് കുറച്ച് ഡോസുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. വീണ്ടും നിങ്ങളൊരു പുതിയ ഉപകരണം ക്രമീകരിക്കേണ്ടതുണ്ട്. ഡോസ് കൗണ്ടർ 0 കാണിക്കുന്നുവെങ്കിൽ സിൻക്രോബ്രീത്ത് മാറ്റാനുള്ള സമയമായി. അതിനുശേഷം ഇത് ഉപയോഗിക്കരുത്. കാരണം അതിൽ ഇനി ആവശ്യത്തിന് മരുന്നില്ല. എന്തുകൊണ്ടാണ് എന്റെ സിൻക്രോബ്രീത്തിന്റെ പുറംഭാഗത്തൊരു നോച്ച് ഉള്ളത്? നോച്ച് ഒരു ഡോസ് റിലീസ് ബട്ടൺ ആണ്. സിൻക്രോബ്രീത്തിന്റെ ഡോസ് കൗണ്ടറിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടെസ്റ്റ് ഫയറിംഗ് നടത്താൻ ഇത് സഹായിക്കുന്നു. സിൻക്രോബ്രീത്തിന്റെ ടെസ്റ്റ് ഫയറിംഗ് നടത്തുന്നത് 2 സന്ദർഭങ്ങളിൽ മാത്രമാണ്. 1, നിങ്ങൾ ഇത് ആദ്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ. 2, 2 ആഴ്ചയിൽ കൂടുതൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ. സിൻക്രോബ്രീത്തിന്റെ പരീക്ഷണം നടത്തുന്നതിന് നിങ്ങൾ 2 തവണ വായുവിൽ പഫ് ചെയ്യുക. ആദ്യം ഇൻഹേലർ കുലുക്കി മൗത്ത് പീസ് കവർ തുറക്കുക. തുടർന്ന് ഒരു പഫ് വിടാൻ നോച്ച് താഴേക്ക് അമർത്തി ടെസ്റ്റ് ഡോസ് നടത്തുക. എന്നിട്ട് മൗത്ത് പീസ് കവർ അടയ്ക്കുക. രണ്ടാമത്തെ പഫ് വിടാൻ അതേ ഘട്ടങ്ങൾ പാലിക്കുക. ഓർക്കുക, ശ്വസിക്കാൻ ഡോസ് റിലീസ് ബട്ടൺ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചതിന് ശേഷം മരുന്നിന്റെ രുചി വായിൽ വരുന്നു. ഇത് ചിന്തിക്കേണ്ട കാര്യമാണോ? അതെ, സിൻക്രോബ്രീത്ത് ഉപയോഗിച്ചതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് കൈപ്പേറിയതായി തോന്നിയേക്കാം. ഇത് സാധാരണമാണ്. മരുന്ന് ചിലപ്പോൾ തൊണ്ടയുടെ പിൻഭാഗത്ത് നിലനിൽക്കും. നിങ്ങൾക്ക് വായ കഴുകാം. വീണ്ടും ഓർക്കുക, ഇത് കുടിക്കരുത്. അബദ്ധത്തിൽ ക്യാപ്പ് മാറ്റി ഇൻഹേലർ ഉപയോഗിക്കാതിരുന്നാൽ മരുന്ന് നഷ്ടപ്പെടുമോ? വിഷമിക്കേണ്ട. നിങ്ങൾ അബദ്ധത്തിൽ ഇൻഹേലർ തുറന്നാൽ മരുന്ന് തനിയെ പുറത്തു വരില്ല. മൗത്ത് പീസ് കവർ ഉടൻ അടയ്ക്കുക. ഇത് നിങ്ങളുടെ വായിൽ പിടിച്ച് വലിക്കുമ്പോൾ മാത്രമേ സിൻക്രോബ്രീത്ത് മരുന്ന് പുറത്തുവിടുകയുള്ളൂ. എന്നിരുന്നാലും ആകസ്മികമായ ഡോസ് റിലീസ് ഒഴിവാക്കാൻ മൗത്ത് പീസ് കവർ സൗമ്യമായി തുറക്കേണ്ടത് പ്രധാനമാണ്. സിൻക്രോബ്രീത്ത് എങ്ങനെ ശരിയായി കഴുകി സൂക്ഷിക്കാം? സിൻക്രോബ്രീത്ത് വൃത്തിയാക്കാൻ ആഴ്ചയിലൊരിക്കൽ അതിന്റെ മുഖഭാഗം തുറന്ന് ഉണങ്ങിയ തുണിയോ ടിഷ്യോ ഉപയോഗിച്ച് വൃത്തിയാക്കാം. സിൻക്രോബ്രീത്ത് ഒരിക്കലും വെള്ളത്തിൽ കഴുകരുത്. നനവില്ലാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡോക്ടറെ സമീപിക്കുക. പിന്നീട് വീണ്ടും സിൻക്രോബ്രീത്ത് ഉപയോഗിക്കാൻ ഓർക്കുക, ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. തുറക്കാൻ ക്ലിക്ക് ചെയ്യുക. ശ്വസിക്കാൻ ക്ലിക്ക് ചെയ്യുക. അടയ്ക്കാൻ ക്ലിക്ക് ചെയ്യുക. ഇൻഹേലർ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ബ്രീത്ത് ഫ്രീ ഡിജിറ്റൽ എഡ്യൂക്കേറ്ററിനെ ബന്ധപ്പെടുക.